കൊച്ചി കാക്കനാട് കവർന്ന് ലഭിച്ച വ്യാജ ബോംബ് ലഭിച്ച സംഭവത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രി 12:30-ഓടെയാണ് ഉപേക്ഷിച്ച കവറിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണം കണ്ടെത്തിയത്. ഉപകരണത്തിൽ നിന്നുള്ള ബീപ് ശബ്ദം പരിഭ്രാന്തി പരത്തിയിരുന്നു. പോലീസും ബോംബ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് സ്ഫോടകവസ്തു അല്ല എന്ന് സ്ഥിരീകരിച്ചത്. ബീന റാണിയുണ്ട് കൊച്ചിയിൽ നിന്ന്. ബീന, പിന്നെ എന്താണ് ബോംബല്ല എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, എന്താണ് സംഭവം? പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? ഉമേഷ്, ഇന്നലെ രാത്രിയായിരുന്നു കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഒരു നിർത്തിയിട്ട ബൈക്കില് ഒരു പൊതി വെച്ചിരുന്നതിൽ നിന്നൊരു ബീപ് ശബ്ദം ഉയർന്നത്. ഇത് ഇൻഫോ പാർക്കിന് സമീപം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആള് തിരിച്ചെത്തിയപ്പോൾ തന്റെ ബൈക്കിൽ ഇത്തരത്തിലൊരു സഞ്ചി കാണുകയായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം അത് ഹോട്ടൽ ഉടമയെ ഏൽപ്പിക്കുകയും തുറന്നു നോക്കിയപ്പോഴാണ് അതൊരു ഹെൽമെറ്റ് ആണെന്ന് മനസ്സിലായത്. ഈ ഹെൽമെറ്റിൽ നിന്നാണ് ഈ ബീപ് ശബ്ദം ഉയർന്നതും. ഇത് കുറച്ചു സമയത്തേക്ക് അവിടെ പരിഭ്രാന്തി പടർത്തിയിരുന്നു. തുടർന്ന് പോലീസിനെ ഇവരറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഹെൽമെറ്റിനകത്ത് 2 ഇലക്ട്രോണിക് ഡിവൈസുകൾ ഘടിപ്പിച്ചതായി മനസ്സിലാക്കി ഇത് പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കുകയും ചെയ്തു. ഇങ്ങനെ ഭീതി പരത്താനായി ആരെങ്കിലും ഹെൽമെറ്റ് വെച്ചതാകാം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും അത് സംബന്ധിച്ച കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ ഇത് ബോംബല്ല എന്ന കാര്യം, സ്ഫോടക വസ്തു അല്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു പരിഭ്രാന്തി പരത്തിയ ഒരു സംഭവം നടന്നതിനെ തുടർന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇൻഫോ പാർക്ക് പോലീസാണ് അന്വേഷിക്കുന്നത്. കവറിൽ നിന്നൊരു ഇലക്ട്രോണിക് ഉപകരണം കണ്ടെത്തി എന്നുള്ള അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് സ്ഫോടക വസ്തു അല്ല എന്ന് തിരിച്ചറിഞ്ഞു. മറ്റെന്താണ് എന്നുള്ള കാര്യത്തിലും ഇത് ആരാണ് കൊണ്ടുവച്ചത് എന്നുള്ള കാര്യത്തിലുമെല്ലാം അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്.